റൂം വരുന്ന ലൊക്കേഷൻ. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം ബ്യൂട്ടിഫുള്ളാണെന്ന്. ജസ്റ്റ് ഒരു ടൈഗർ ക്രോസ്. നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചില്ല, നമ്മൾ ഫ്രണ്ടിൽ നോക്കിയിട്ടല്ലോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മസനഗുഡിയിലേക്കാണ്. മസനഗുഡിയിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേയും അതുപോലെ തന്നെ മസനഗുഡിയിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിനകത്തുള്ളത്. നമ്മളിപ്പോൾ മുതുമല ടൈഗർ റിസർവിലോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം പോകേണ്ടത് തെപ്പക്കാട്, അതായത് മുതുമല ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റ് എൻട്രിയിലോട്ടാണ്. അപ്പോൾ അവിടെ പോയി നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ കാണിച്ച് അവിടെ നിന്ന് റെസിപ്റ്റ് വാങ്ങിയിട്ട് വേണം നമ്മൾ സ്റ്റേയിലോട്ട് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ മുതുമല ടൈഗർ റിസർവിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ നമ്മൾ ഓൺലൈനിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പോകേണ്ടത് അതായത് മുതുമല ടൈഗർ റിസർവിൻ്റെ സഫാരി പോയിന്റിലോട്ടാണ്. അവിടെ പോയി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിച്ച് അവിടെ നിന്ന് റെസിപ്റ്റ് വാങ്ങിയിട്ട് വേണം നമ്മുടെ സ്റ്റേയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും എങ്ങനെ ബുക്ക് ചെയ്യാം, എന്താണ് അതിൻ്റെ കോസ്റ്റ് വരുന്നതെന്നുള്ളതെല്ലാം വഴിയെ പറയാം. അപ്പോൾ കാട് ഡ്രൈ ആണെങ്കിലും ഇതുപോലുള്ള പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് കാട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. സാധാരണ നമ്മൾ ഈ പച്ചപ്പുള്ള സമയങ്ങളിൽ വരുന്ന സമയത്ത് നമുക്കിവിടെ സൈഡിൽ ഇഷ്ടംപോലെ സ്പോട്ടഡ് ഡിയേഴ്സിനെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ വെയിലായതുകൊണ്ട് എല്ലാം ഉള്ളിലോട്ട് പോയിരിക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇത് ഇറങ്ങാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് റെസിപ്റ്റ് വാങ്ങിയിട്ട് നേരെ മസനഗുഡി പോവാം. നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ഈ സഫാരി റിസപ്ഷൻ പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ PDF പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ റെസിപ്റ്റ് നമുക്ക് തരുള്ളൂ. ഇവിടുത്തെ ചെക്ക് ഇൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് റൂമിലോട്ട് പോവാം. നമ്മുടെ റൂട്ടപ്പോൾ ഈ സ്റ്റേയിലോട്ട് വരുന്നത് നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഊട്ടി പോകുന്ന സമയത്ത് മസനഗുഡി ടൗൺ കഴിഞ്ഞൊരു 10-15 മീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നയാരയുടെ പമ്പ് വരും. ആ നയാരയുടെ പമ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടൊരു റോഡുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മുടെ സ്റ്റേ ഉള്ളത്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ചെക്കിംഗ് ടൈം 12 മണിന്ന് സൈറ്റിൽ കാണിച്ചെങ്കിലും 2 മണിക്കായിരുന്നു ചെക്കിംഗ് വന്നിരുന്നത്. അപ്പോൾ മോയാറിലോട്ടും സിംഗാരയിലോട്ടും പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അതും സ്വന്തം വണ്ടിയിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഈ പറയുന്നത്. അവിടുത്തെ ടൈമിംഗ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയാണ് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസിന് മോയാറിൽ നിന്നും സിംഗാരയിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ളൊരു ടൈം. അതിനുശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോറസ്റ്റുകാർ മിക്കവാറും നമുക്ക് ഫൈൻ തരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് വരാൻ ഒരൊറ്റ വഴിയുള്ളൂ, നമുക്ക് വേറെ വഴി കൂടെ ഒന്നും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സിറ്റ് പോയിന്റിൽ മിക്കവാറും ഫോറസ്റ്റിൻ്റെ ഓഫീസേഴ്സ് അവിടെ ഉണ്ടാവും. നമുക്ക് ഒരു ദയാദാക്ഷിണ്യം കൂടാതെ ഫൈന് നമുക്ക് എഴുതിത്തരും. അപ്പോൾ മാക്സിമം 5 മണിക്ക് മുന്നേ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ജീപ്പ് സഫാരി എടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 6-6:30 ആവുന്ന ടൈം വരെ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ട്. അങ്ങനെ നമ്മൾ മോയാർ ഡാമിൻ്റെ സൈഡ് എത്തിയപ്പോഴാണ് അതേ മരത്തിലൊരു ഗ്രേ ലങ്കൂർ അഥവാ ഹനുമാൻ ലങ്കൂർ നല്ലപോലെ മാങ്ങ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കൗതുകം തോന്നി അതിങ്ങനെ കഴിക്കുന്ന കാണുന്ന സമയത്ത്. അങ്ങനെ ഇവനെ നോക്കിയിരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ മരത്തിൽ വേറൊരുത്തൻ നമ്മളെ നോക്കി അശ്ലീലം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇരുത്തം എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. കുറേ നേരം ഇതുപോലെ കാലം പൊക്കി നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മരത്തിൽ നിന്ന് കയറിപ്പോയി. അങ്ങനെ നമ്മൾ മോയാറിൽ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ മെയിൻ റോഡിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ റൂമിലോട്ട് പോകാൻ. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ കൊണ്ടൊക്കെ മാക്സിമം വരാൻ ശ്രമിക്കുക. വലിയ കുഴപ്പമില്ല, പക്ഷേ മഴക്കാലത്തൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേ സ്ഥിതി ചെയ്യുന്നൊരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നൊരു ലൊക്കേഷൻ. ഈ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ടോപ്പിലെ ഫ്ലോറിൽ 4 കൂടുതൽ ആൾക്കാരുള്ള ഗ്രൂപ്പിനും താഴത്ത് മാക്സിമം 3 പേർക്ക്, അങ്ങനെയാണ് അവർ സെറ്റാക്കിയേക്കുന്നത്. ഇതിൻ്റെ പുറകിൽ മോയാർ റിവറാണ് കേട്ടോ. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ബേഡ്സിൻ്റെ ഒന്നും അധികം ആക്ടിവിറ്റീസ് ഇല്ല. പിന്നെ ഇവിടെ നമ്മൾ കാറൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു 3 കാറോളം സേഫായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ അത് ഇതിന് ചുറ്റും ഫെൻസിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി നമ്മൾ സേഫായിരിക്കും. മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 8 മണിക്ക് ശേഷം ഇതിന് പുറത്ത് വിടില്ല. നമ്മൾ 8 മണിക്ക് മുന്നേ ഇതിനകത്ത് കയറണം. അപ്പോൾ മസനഗുഡി ടൗണിലായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. 8 മണിക്ക് മുന്നേ നമ്മൾ റൂമിലോട്ട് കയറണം. ഇത് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്.
നിങ്ങൾക്ക് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം. ഡബിൾ ബെഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കിതൊരു 360 ഡിഗ്രി ബാൽക്കണി ടൈപ്പ് തരുന്നൊരു പ്രോപ്പർട്ടിയാണ്. കണ്ടോ, നമ്മൾ കയറി വരുന്നത് എങ്ങനെയാണ്. നമുക്കിവിടെ എവിടെ ആനിമൽസ് ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ബാൽക്കണി വ്യൂ ഉണ്ടോ, ചുറ്റും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് താഴെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കും വലിയ കുഴപ്പമില്ലാതെ നല്ല നീറ്റാണ്. ഇവിടെ ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ രാത്രി നമുക്ക് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു കിടിലൻ റൂമാണ്, നല്ലൊരു ആംബിയൻസിലൊരു കിടിലൻ റൂമാണ്. ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിള്. പിന്നെ അതെ ഇതാണ് കേട്ടോ ബാത്റൂം. നല്ല നീറ്റാണ് ബാത്റൂം. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് പറ്റിയൊരു ബാത്റൂം തന്നെയാണ്, നല്ല നീറ്റാണ്. ഇതിപ്പോൾ അവർ റിനോവേറ്റ് ചെയ്തതാണ്. നേരത്തെ കുറച്ച് മോശമായിരുന്നു, ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബാൽക്കണി വ്യൂ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ബാൽക്കണി നോക്കിയ സമയത്ത് ഒരു മയിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ പീലി എടുത്ത് ആടുന്നുണ്ട്. ഈ സ്റ്റേയിലൊക്കെ വരുന്നവർ എന്തായാലും ബാൽക്കണിയിൽ നിന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഓപ്പോസിറ്റ് മോയാർ റിവറും അതിന് ഓപ്പോസിറ്റ് ഒരു കാടുമാണ്. അപ്പോൾ ഈ കാട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വരണമെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ തന്നെ വരണം. സ്റ്റേയിൽ നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം ബാൽക്കണിയിലൊക്കെ വന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ടൈഗറും അതുപോലെ തന്നെ നമുക്ക് കരടിയൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ മയിലും നോക്കി നിന്നപ്പോഴാണ് ഇതേ ഓപ്പോസിറ്റ് സ്പോട്ടഡ് ഡിയേഴ്സ് കയറി വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും വെള്ളം കുടിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഈ സ്പോട്ടഡ് ഡിയേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ബിഗ് കാറ്റ്സുകളൊക്കെ ഇതിന് പുറകെ പിടിക്കാനായിട്ട് ഇവിടെയൊക്കെ എവിടെയെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് ചെറിയ അലാം കോളൊക്കെ കേട്ടു, നമ്മൾ നോക്കി, പക്ഷേ ബിഗ് കാറ്റ്സോ അല്ലെങ്കിൽ വൈൽഡ് ഡോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ സ്ഥിരമായിട്ട് അലാം കോൾസൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ സ്പോട്ടഡ് ഡിയറിനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റുള്ളൊരു മരത്ത് ഇതേ ഈ ഒരു പക്ഷി ഇരിക്കുന്നത്. പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും പറഞ്ഞുതരാം. ഇതാണ് പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ അഥവാ നാഗമോഹൻ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബേർഡിങ് ചെയ്യുന്നവരുടെ ഒരു ഫേവറേറ്റ് ബേർഡ് തന്നെയാണ് ഈ ഫ്ലൈ ക്യാച്ചർ. ഇതിൻ്റെ വാലും അതിൻ്റെ തലയിലുള്ള കിരീടമൊക്കെ തന്നെയാണ് ഏറ്റവും ഭംഗി. അങ്ങനെ നമ്മുടെ ഫ്ലൈ ക്യാച്ചറിനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഓപ്പോസിറ്റ് മയിലും അതുപോലെ തന്നെ മാൻകൂട്ടങ്ങളും ഒരുമിച്ച് വന്ന് നിന്ന്. അപ്പോൾ ഈ മയിലിന് മാനിനെ കൊത്തുവോ അല്ലെങ്കിൽ വേറെ എന്താണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുന്ന സമയത്താണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സംഭവം നടന്നത്. ഇതേ മയിൽ പീലി വിടത്തി ആ മാൻകൂട്ടത്തിന് ഇടയിൽ നിന്ന്. അതൊരു വല്ലാത്ത ഫ്രെയിം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെല്ലാ അനിമൽസും അല്ലെങ്കിൽ എല്ലാ ബേർഡ്സും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതരം ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ മയിൽ കുറച്ച് നേരം നമ്മളെ നോക്കി നിന്ന് ഇങ്ങനെ പീലി എടുത്ത് ആടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ മയിലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മളൊരു 4 മണിയാവുന്ന സമയത്ത് നേരെ മോയാർ റൂട്ടിലേക്ക് ഒരു ജീപ്പ് സഫാരി എടുത്തോട്ടോ. അപ്പോൾ മസനഗുഡിയിൽ വരുന്ന ഒട്ടുമിക്ക വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അച്ചുവേട്ടനെ അറിയാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് നമ്മളിന്ന് അച്ചുവേട്ടൻ്റെ ജീപ്പിലാണ് മസനഗുഡിയിലെ ജീപ്പ് സഫാരി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിലും പോവാം, അല്ലെങ്കിൽ ജീപ്പ് സഫാരിയിൽ എടുക്കാം. ഞങ്ങൾ എന്തുകൊണ്ട് അച്ചുവേട്ടൻ്റെ ജീപ്പ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചുവേട്ടനെ ഈ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പാത്തെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ചുവേട്ടൻ്റെ ജീപ്പിൽ തന്നെ കയറിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രേ ലങ്കൂർ അഥവാ ഹനുമാൻ ലങ്കൂർ ഇങ്ങനെ താഴത്തിരിക്കുന്നുണ്ട്. കാട്ടിലെ ബാക്കിയുള്ള ജീവികളെ വെച്ച് ഏറ്റവും പെട്ടെന്ന് അലാം കോള് തരുന്നതും ഈ ലങ്കൂറുകളാട്ടോ. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനും കാട്ടിലുള്ള മാനിനും ബാക്കിയുള്ള അനിമൽസിനെല്ലാം ഇവനൊരു ഉപകാരി കൂടിയാണ്. നിങ്ങൾ കാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവരുടെ ചുറ്റും എപ്പോഴും മാൻകൂട്ടങ്ങളുണ്ടാവും. അതിനൊരു കാരണമുണ്ട് കേട്ടോ. പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ പെട്ടെന്ന് രക്ഷ നേടാനും അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ താഴത്തെ ഭക്ഷണം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മേളിൽ നിന്ന് പറിച്ച് താഴെയിടുന്ന കായ്കളൊക്കെ മാനിന് ഈസി ആയിട്ട് ഭക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ ഇവരെവിടെയുണ്ടോ അതിന് താഴെ എന്തായാലും സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ കൂട്ടം ഉണ്ടാവും. ഇവരുടെ ഈ വാലിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. മരത്തിൽ നിന്ന് ഒറ്റയടിക്ക് 30 to 45 അടി വരെ ഇവർക്ക് ചാടാൻ സാധിക്കും. അപ്പോൾ ഈ വാലുകളാണ് അവരെ എയറിൽ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ കുരങ്ങുവർഗത്തിലെ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഇവരാട്ടോ. നല്ല പക്ക പ്യൂർ വെജിറ്റേറിയൻ ആണ്. കിട്ടുന്നതെല്ലാം വാരി വലിച്ച് ഒരിക്കലും കഴിക്കില്ല. ഇതുപോലെ മാങ്ങയും ചക്കയും അതുപോലെ തന്നെ മരത്തിലെ കായ്കളൊക്കെയാണ് കേട്ടോ ഇവരുടെ പ്രധാന ഭക്ഷണം. പിന്നെ ഇവരുടെ കൂട്ടത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്.
കൂട്ടത്തിലൊരു കുരങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊച്ചിനെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ സ്ത്രീകളും പരിപാലിക്കും കേട്ടോ. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം നിയന്ത്രിക്കാനും എല്ലാം ഇതിൽ നിന്ന് സാധിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒരു കൂട്ടം എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു കുരങ്ങ് വർഗത്തിൻ്റെ പെരുമാറ്റം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം ഈ ഒരു വിഷയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതേ മേളിൽ ലെങ്കൂറുകൾ, താഴെ സ്പോട്ടഡ് ഡിയേഴ്സ്. അപ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ കാട്ടിൽ. ഇവർ രണ്ടുപേരും മിക്ക സമയങ്ങളിലും ഒരുമിച്ചായിരിക്കും ഈ കാടിനകത്ത് ഉണ്ടാവുന്നത്. ലെങ്കൂറുകൾ മേളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ കായ്കളെല്ലാം ഭക്ഷിച്ച് അതിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ കായ്കളെല്ലാം താഴത്തേക്ക് ഇടുന്ന സമയത്ത് സ്പോട്ടഡ് ഡിയേഴ്സ് അത് വന്ന് കഴിക്കും. അതുപോലെ പ്രിഡേറ്റേഴ്സ് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ലെങ്കൂറുകൾ അലാമക്കോൾ മാനിന് കൊടുക്കും. അപ്പോൾ മാനുകൾ അലേർട്ടായി നിൽക്കും. താഴത്തെ ഏതെങ്കിലും പ്രിഡേറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് അവർക്കും. അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ? ആ, ക്രോസ് ആയിട്ടുണ്ട് ആക്ച്വലി. ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു ടൈഗറിൻ്റെ പഗ്മാർക്കാണ് കേട്ടോ. അച്ചുവേട്ടൻ ഒരുവിധം ടൈഗറിൻ്റെ ക്രോസിംഗ് സോണൊക്കെ അറിയുന്നതുകൊണ്ട് അച്ചുവേട്ടൻ അതും നോക്കിയിട്ടാണ് പയ്യെ വണ്ടി വിടുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കാട്ടുകോഴിയെ കാണുന്നത്, അഥവാ ഗ്രേ ജംഗിൾ ഫോൾ. സാധാരണ ഇവനെയൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സാധാരണ മനുഷ്യന്മാരുടെയോ അല്ലെങ്കിൽ വണ്ടികളിലോ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം കാടിനകത്തേക്ക് കയറും. പെട്ടെന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒളിച്ചോടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവൻ. നമ്മുടെ നാട്ടിലെ കോഴികളെക്കാളും ഇവർക്ക് പറക്കാനുള്ള കഴിവ് താരതമ്യേന കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മരത്തിൻ്റെ മുകളിൽ കയറി ഒളിക്കാൻ ഇവർക്ക് സാധിക്കും. പിന്നെ നാട്ടിലെ കോഴികളുമായിട്ട് ഇവർ ഇണചേരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കാട്ടിലെ കോഴികൾ പൂർണ്ണമായിട്ടും കാട്ടുകോഴി എന്ന് പറയാൻ പറ്റില്ല. നാട്ടിലെ കോഴിയായിട്ട് സങ്കര ഇനം കോഴികളായിരിക്കും ചിലപ്പോൾ കാട്ടിൽ നമ്മൾ കാണുന്നത്. ജംഗിൾ ഫോളിൻ്റെ തൊട്ടടുത്തൊരു പുള്ളിമാൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ആശാൻ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്ന് പിന്നെ പയ്യെ കാട്ടിലോട്ട് കയറിപ്പോയി. അവൻ്റെ കൊമ്പിൻ്റെ സൈസ് നോക്കിക്കേ, എന്താ ഒരു വലുപ്പം, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ സ്പോട്ടഡ് ഡിയറിനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പുറകിലൂടെ ഒരു വലിയ കാട്ടി നമ്മളെ ക്രോസ് ചെയ്ത് പോയത്. ഇതെല്ലാം കിട്ടിയത് ഒരു സ്ഥലത്ത് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. മസനഗുഡിയുടെ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ്. അങ്ങനെ കാട്ടിയൊക്കെ കണ്ട് നമ്മൾ ഏകദേശം മോയാർ ഡാമിൻ്റെ അടുത്തെത്താനാവുന്ന സമയത്താണ് അച്ചോട്ടിനൊരു കോള് വന്നത്. കരടി റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് കോള് വന്നത്. അച്ചോട്ടിനൊന്നും നോക്കിയില്ല, വണ്ടി അപ്പം തിരിച്ച് 100-110 വിട്ടുകൊണ്ടിരിക്കുകയാണ് കരടിയെ കാണാനായി. അങ്ങനെ മസനഗുഡിയിൽ വന്നിട്ട് നമ്മൾ നിരാശപ്പെട്ടില്ല. ദേ നമ്മുടെ കരടി അഥവാ സ്ലോത്ത് ബിയർ പതുക്കെ ആശാൻ കാടിനകത്ത് നിന്ന് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയെല്ലാം ചെതൽപ്പുറ്റ് പയ്യെ തേടിയിട്ടാണ് ആശാൻ ഇങ്ങനെ നടന്നു വരുന്നത്. ഇവനിതുപോലെ പുറത്ത് കാണാനായിട്ട് ഒത്തിരി സമയമെടുത്തു കേട്ടോ. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആശാൻ ഇങ്ങനെ പുറത്ത് വന്നത്. പുറത്ത് വന്നിട്ടും ആശാൻ തല കാണിക്കുന്നില്ല. ഇവയ്ക്ക് തേൻ കരടി എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ. പേരിൽ തേനുണ്ടെങ്കിലും ഇവൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന ചെതലുകളാണ്. ചെതൽ ഭക്ഷിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. മൂക്കുകൊണ്ട് ശ്വാസം വിട്ട് പൊടിയും അതുപോലെ തന്നെ മണ്ണും എല്ലാം കളഞ്ഞ ശേഷമാണ് കേട്ടോ ആശാൻ ചെതൽ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഭക്ഷണ രീതി. ആദ്യം മുന്നിലെ കൈകൾ കൊണ്ട് മണ്ണ് നീക്കും, എന്നിട്ട് ആ കൂർത്ത മൂക്ക് ചെതലിനകത്തോട്ടിട്ട് മണ്ണും പൊടിയെല്ലാം മാറ്റിയിട്ടാണ് ചെതൽ കഴിക്കുന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ. എന്നും പറഞ്ഞ് ആശാൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആശാൻ്റെ സ്വഭാവം മാറും. കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജീവിയും കരട് തന്നെ ആട്ടോ. ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മളെ ആക്രമിക്കും. അതിനൊരു കാരണമുണ്ട്. പൊതുവെ കരടികൾക്ക് കാഴ്ചശക്തിയും കേൾവി ശക്തിയും കുറവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരോ മറ്റു മൃഗങ്ങളോ ഇതിന് മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു അപകടകാരിയായിട്ടുള്ള ജീവി അല്ലെങ്കിൽ ഇവരുടെ ശത്രുക്കളാണെന്ന് വിചാരിച്ച് ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യും കേട്ടോ. അതാണ് കരടിക്കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അനിമൽ എന്ന് പറയാനും കാരണം. ഈ മസനഗുഡി ഭാഗങ്ങളിൽ എലന്തിപ്പഴം കൂടുതലായതുകൊണ്ട് അത് കഴിക്കാനും ഈ കരടി സ്ഥിരമായിട്ട് റോഡ് സൈഡിൽ വന്ന് നിൽക്കാറുണ്ട്. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സിന് മരത്തിൻ്റെ മുകളിൽ കയറിന്നിട്ടുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കരടിയെ ഒത്തിരി നേരം കണ്ടു നിന്നപ്പോൾ അച്ചോട്ടൻ മോയാറിലോട്ട് ഒന്നുകൂടെ പോയാലോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ശരിയെന്നും പറഞ്ഞ് വണ്ടി എടുത്തു. പക്ഷേ മസനഗുഡി ട്രിപ്പിലെ ഏറ്റവും വലിയ നിരാശപ്പെടുത്തിയ ഒരു അനുഭവം അപ്പോഴാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ബാക്കി നിങ്ങൾ വിഷ്വലിൽ കാണുക. ഇത്രയും വണ്ടികൾ നിൽക്കുന്ന ജസ്റ്റ് ഒരു ടൈഗർ ക്രോസ്. നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചില്ല, നമ്മൾ ഫ്രണ്ടിൽ നോക്കിയിട്ടല്ലോ കണ്ടില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒരു ടൈഗർ മിസ്സായി കേട്ടോ. ബാഡ് ലക്ക് എന്ത് പറയാനാ. അവിടെ കരടിയെ നോക്കിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നോക്കുമ്പോൾ കുറച്ച് ബാക്കിലുള്ള വണ്ടിക്ക് ടൈഗർ കിട്ടി. അവൻ ക്രോസ് ചെയ്ത് പോയി. നമുക്ക് ഇൻഡിക്കേഷൻ തന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല.
ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമുക്ക് തന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തരാതെയും നിരാശപ്പെടുത്തുന്നതാണ് കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ആ ടൈഗർ ക്രോസ് ചെയ്ത് പോയത് നമ്മുടെ ജീപ്പിൻ്റെ പുറകിലൂടെയായിരുന്നു കേട്ടോ. അപ്പോൾ പുറകിലുള്ള ജീപ്പ് വരെ നമ്മളെ ബ്രൈറ്റ് ഇട്ട് കാണിച്ചെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ മുന്നിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുന്ന കുറേ ആളുകൾ തിരിച്ചു വന്നിട്ട് പറയും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ തട്ടിപ്പാണ് വെട്ടിപ്പാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് പോയെന്നൊക്കെ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നമുക്ക് ടൈഗർ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇതാണ് കാടിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ കാടിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് അവർക്കും നമ്മുടെ മുന്നിൽ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. അവള് നടന്നു പോയത് എവിടെ ഓക്കെ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അങ്ങനെ ടൈഗർ പോയ വിഷമത്തിൽ കുറച്ചു നേരം അവിടേക്ക് നോക്കിയെന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ നേരെ വിട്ട് സിംഗാരിലോട്ടാണ് പോകുന്ന വഴിയാണ് നമ്മൾ ഈ സാമ്പാർ ഡിയറിനെ കണ്ടത്. പുള്ളി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. സാമ്പാർ ഡിയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടിലെ മാൻവർഗ്ഗങ്ങളിലെ ഏറ്റവും വലിയ മാനാണ് ഈ സാമ്പാർ ഡിയർ എന്ന് പറയുന്നത്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സാമ്പാർ ഡിയറിന് ഏകദേശം 250 to 350 കിലോഗ്രാം വരെ ഭാരമുണ്ട്. കടുവകളുടെയും പുലിയുടെയും ഒരു ഇഷ്ട ഭക്ഷണം കേട്ടോ ഈ സാമ്പാർ ഡിയർ. സാമ്പാർ ഡിയറിൻ്റെ വലംകൂള് കേട്ട് കഴിഞ്ഞാൽ അടുത്ത എന്തായാലും ഒരു കടുവയോ അല്ലെങ്കിൽ പുലിയോ ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ പുള്ളിമാനുകളെ പോലെ കൂട്ടമായിട്ടായിരിക്കില്ല കേട്ടോ, മിക്ക സമയങ്ങളിലും ഒറ്റയ്ക്കായിരിക്കും ഇവരെ കാട്ടിൽ കാണാൻ കിട്ടുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സൈലൻ്റ് ആയിരിക്കും, നിങ്ങൾ ബാക്കിയുള്ള സൗണ്ടുകൾ കേൾക്ക്. അങ്ങനെ നമ്മൾ റൂമിൽ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു. എന്താണെന്ന് അറിയാൻ വേണ്ടി ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ ബ്രൗൺ ഫിഷ് ഔൾ. പേര് പോലെ തന്നെ ഇവൻ്റെ പ്രധാന ഭക്ഷണവും മീൻ തന്നെ കേട്ടോ. നമ്മുടെ റൂമിന് തൊട്ട് താഴെ മോയ റിവർ ആയതുകൊണ്ട് ആ റിവറിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആശാൻ ഇവിടെ നിൽക്കുന്ന. മൂങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി വലുപ്പവും ഇവന് തന്നെ കേട്ടോ. അവൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തൊരു ഭയാനകമായിട്ടുള്ള കണ്ണാണ്, മഞ്ഞയും അതിനുള്ളിൽ ചുവപ്പും. അവൻ്റെ ആ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാട്ടോ. നോക്കിക്കേ, ഒരു കണ്ണ് മഞ്ഞ കളറിലും മറ്റേ കണ്ണ് ചുവന്ന കളറിലും. ഈ മൂങ്ങ മറ്റുള്ള മൂങ്ങകളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മൂങ്ങകൾക്ക് കാലിൽ രോമങ്ങളുണ്ടാവും, പക്ഷേ ഈ ഒരു മൂങ്ങയ്ക്ക് കാലിന് രോമങ്ങളില്ല. ഭക്ഷണം മീനായതുകൊണ്ട് പരുന്തിനെ പോലെ റാഞ്ചി എടുക്കുന്നൊരു സ്വഭാവം തന്നെ കേട്ടോ ഈ മൂങ്ങയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവൻ്റെ കാലിൽ രോമങ്ങൾ കുറവ്. പിന്നെ മറ്റു മൂങ്ങകളെപ്പോലെ ഒരു ഫുൾ ടൈം രാത്രി സഞ്ചാരി നമുക്കൊരിക്കലും ഇവരെ പറയാൻ പറ്റില്ല കേട്ടോ. ഇരുണ്ടു മൂടി കിട്ടിയ കാലാവസ്ഥ എപ്പോഴുണ്ടോ അപ്പോൾ ഇവർ ഇരപിടിക്കാൻ ഇറങ്ങും. ഒത്തിരി നേരം അനങ്ങാതെ ആ ചില്ലയിൽ തന്നെ ഇങ്ങനെ മീനുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേയുടെ പ്രത്യേകതയും ഇതുപോലെയാണ്. ഇതുപോലെയുള്ള ബേഡ്സും അതുപോലെ തന്നെ രാത്രിയിൽ കാണാൻ പറ്റുന്ന ബേഡ്സ് എല്ലാം ഈ സ്റ്റേയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ മൂങ്ങയെ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ഇരുന്ന അലാം കോളൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റേ ബുക്ക് ചെയ്യുന്നവർ ഒരു നല്ല കിടിലൻ ടോർച്ചായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഓപ്പോസിറ്റ് നമ്മൾ കാട്ടിലോട്ട് രാത്രി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ മൂങ്ങയും അലാം കോളും രാവിലെ മിസ്സായ ടൈഗറും ഇതിനെല്ലാം ആലോചിച്ച് നമ്മളിപ്പോൾ തൽക്കാലം ഗുഡ് നൈറ്റ് പറയാം കേട്ടോ. രാവിലെ കാണാം. ഇപ്പോൾ രാവിലെ നമ്മുടെ സ്റ്റേയുടെ മുന്നിൽ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ട് വരിക. ഇവിടെ എല്ലാം ചെറിയ ചെറിയ വാട്ടർ ബേർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ലപോലെ മീനുണ്ട്. അപ്പോൾ വാട്ടർ ബേർഡ്സ് എല്ലാം ഇതിനകത്ത് ഒരുപാടുണ്ട്. അതിരാവിലെ ഒരു കോമൺ കിങ് ഫിഷർ മീൻ പിടിക്കാൻ വേണ്ടി മരത്തിൻ്റെ ചില്ലിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പുറമേ കാണുമ്പോൾ നമുക്കൊരു കിളിയുടെ വലുപ്പം തോന്നുമെങ്കിലും ഇത് ഏകദേശം ഒരു 15 to 16 സെൻറ്റിമീറ്റർ വരെ നീളം വരും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന കളറ് തന്നെയാണ്.
മെയിലും ഫീമെയിലും തമ്മിൽ ആ കൊക്കിന് താഴെയുള്ള ചുവപ്പ് കളർ നോക്കിയിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ചുണ്ടിന് താഴെ ചുവപ്പ് കളർ ഉണ്ടെങ്കിൽ അത് ഫീമെയിലും അത് കറുത്ത നിറമാണെങ്കിൽ മെയിലും, അങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്. എല്ലാ പക്ഷികളും ആക്റ്റീവ് ആവുന്ന കൂട്ടത്തിൽ ഇതേ ഇവനും ഉണ്ട് കേട്ടോ, ചേഞ്ചബിൾ ഹോക്കികൾ. ഇപ്പോൾ രാവിലെ എണിച്ച് മീൻ പിടിക്കുന്നതിൻ്റെ തിരക്കിലാണ്, മരത്തിൻ്റെ മുകളിൽ നിന്ന് മീനിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ രാത്രിയിൽ അലാം കോളൊക്കെ കഴിഞ്ഞ് പുള്ളിമാനുകളും രാവിലെ തീറ്റ തേടി നദിക്കരയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് കോമൺ കിങ് ഫിഷർ ആണെങ്കിലും ഇത് വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറാണ്. സാധാരണ കിങ് ഫിഷറുകളെ അപേക്ഷിച്ച് ഇവർക്ക് പൊതുവെ വലുപ്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ തലയുടെയും ഉടലിൻ്റെയും കൊക്കിന് താഴെയുള്ള നിറമെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇവർ സാധാരണ കിങ് ഫിഷറിനെ പോലെയല്ല കേട്ടോ, ഇവരുടെ ഭക്ഷണ രീതികളൊക്കെ കുറച്ച് മാറ്റമുണ്ട്. അതുകൊണ്ട് ഇവരെ വെള്ളത്തിന് അടുത്ത് മാത്രമല്ല നമുക്ക് കാട്ടിലും അതുപോലെ തന്നെ നാടിലും എല്ലാം അവിടെയും കാണാൻ പറ്റും. ഓന്ത്, പാറ്റ, ചെതലുകൾ, അതുപോലെ തന്നെ എലികൾ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇവർ മീനിനെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് മറ്റ് കിങ് ഫിഷറുകളെ പോലെ. തൊട്ടടുത്ത മരത്തിൽ വളരെ ക്യാമോഫ്ലാഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല കേട്ടോ. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇതേ സ്പോട്ടഡ് ഔളറ്റ് നിൽക്കുന്ന കാണുന്നത്. രാവിലെയൊക്കെ ഇവരെ കണ്ടുപിടിക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ മരത്തിൻ്റെ തൊലിയുടെ കളറും ഈ സ്പോട്ടഡ് ഔളുടെ കളറും എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുള്ള കാര്യം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതേ നമ്മളെ ആശാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുക്കുകയാണോ എന്ന് പറഞ്ഞ് ഒരു കാലിൽ നിന്ന് നമുക്ക് പോസ് തന്നുകൊണ്ടിരിക്കുക. ഈ മൂങ്ങകളുടെ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ തല തിരിക്കൽ. ഏകദേശം 270 ഡിഗ്രി വരെ ഇവർക്ക് തല പുറകോട്ട് തിരിക്കാൻ പറ്റും. എന്തായാലും പ്രകൃതിയുടെ ഒരു അത്ഭുതങ്ങൾ. അതുകൊണ്ട് കാട്ടിലെ ഒരു തല തിരിഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ വിളിക്കാം. പൊതുവേ ഇവർ രാത്രി സഞ്ചാരികളാണെങ്കിലും രാവിലെ ഇതുപോലെ മരത്തിൻ്റെ ചില്ലുകളിലൊക്കെ വന്നിങ്ങനെ വെയിൽ കൊള്ളാൻ നിൽക്കുന്ന പതിവൊക്കെ ഇവർക്കുണ്ട്. ഇവർ സാധാരണ കൂട്ടമായിട്ടാണ് കാണാറ്. അതായത് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിവർഗത്തിൽപ്പെട്ടവരാണ് മൂങ്ങകൾ. ഇവരുടെ ഈ തല തിരിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യൻ്റെ ശരീരത്തിൽ കഴുത്തിന് 7 അസ്ഥികളാണെങ്കിൽ അത് മൂങ്ങയുടെ കാര്യത്തിൽ 14ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് 270 ഡിഗ്രി വരെ തല ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് തിരിക്കാനുള്ള കാര്യം. ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ താറാവല്ല കേട്ടോ, ഇതാണ് പുള്ളിച്ചുണ്ടൻ താറാവ്. മറ്റു പക്ഷികളെ പോലെ വെള്ളത്തിന് അടിയിലോട്ട് പോയി മീൻ പിടിക്കാനോ അല്ലെങ്കിൽ ഇരപിടിക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല. ഇവരെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ താറാവുകളെ പോലെ തോന്നുമെങ്കിലും ആൾ ഭയങ്കര വ്യത്യസ്തനാണ് കേട്ടോ. ഒന്നീ വെള്ളത്തിനടിയിൽ നിന്ന് ഇരപിടിക്കാൻ പറ്റില്ല, പിന്നെ നമ്മുടെ നാട്ടിലെ താറാവുകളെ പോലെയല്ല, നല്ല പോലെ പറക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. അപ്പോൾ ഈ സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. mudumalai-tigerresort.com എന്ന വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് മറവഗന്ധി വ്യൂ 1 അല്ലെങ്കിൽ മറവഗന്ധി വ്യൂ 2 ഇതിൽ രണ്ടിൽ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാവുന്നതാണ്. മറവഗന്ധി വ്യൂ 1 എന്ന് പറയുന്നത് 2 പേർക്ക് താമസിക്കാൻ പറ്റിയ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമും, അതുപോലെ മറവഗന്ധി 2 എന്ന് പറയുന്നത് 3 അതിൽ കൂടുതലോ മാക്സിമം 5 പേരാണെന്ന് തോന്നുന്നു അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ഫ്ലോറിലുള്ള റൂം. പിന്നെ ഈ 2 റൂംസിന് 2 തരത്തിലുള്ള ചാർജാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂം, അതായത് 2 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റൂം 3995 രൂപയും, സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുന്ന സമയത്ത് അത് 5115 രൂപയാണ് വരുന്നത്. പിന്നെ ഫുഡ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഫുഡ് നമുക്ക് ഈ സ്റ്റേയിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അപ്പോൾ അത് സ്ട്രിക്ട്ലി അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഫുഡ് കളയാനുള്ളൊരു സൗകര്യമില്ല, അതുകൊണ്ട് ഇവിടെ പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇതിന് അടുത്ത് വന്ന് ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇങ്ങോട്ട് കയറ്റില്ല. ഫുഡ് കഴിക്കേണ്ടവർ നേരെ മസനഗുഡി പോയി അവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ച് ഈ സ്റ്റേയിൽ വരണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഫോറസ്റ്റ് റിലേറ്റഡും അതുപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.